കോൺഗ്രസിലെ സംഭവവികാസങ്ങളാണ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറില്ലെന്ന് വ്യക്തമാക്കി കെ സുധാകരൻ. പുതിയ KPCC പ്രസിഡന്റിനെ ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി കെ സുധാകരന്റെ പ്രതികരണം. തനിക്ക് അനാരോഗ്യമെന്ന് ചിലർ ബോധപൂർവം പ്രചരിപ്പിക്കുകയാണെന്ന് കെ സുധാകരൻ പറഞ്ഞു. ഇടത് സർക്കാരിന് ഇറക്കിയേ താൻ പോകൂവെന്നും കെ സുധാകരൻ. ആ പ്രതികരണത്തിലേക്കാണ് ആദ്യം. എന്നോട് മാറാൻ ആരും പറഞ്ഞിട്ടില്ല. മാറാൻ ആരും പറയാത്തിടത്തോളം കാലം ഞാൻ മാറാതെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പാർട്ടിയിൽ ആരും എന്നെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ നടന്നാലും എന്നെ തൊടാനൊന്നും കഴിയില്ല. എന്നെ ഒന്നും ദ്രോഹിക്കാൻ കഴിയില്ല. എനിക്ക് അങ്ങനെ ശത്രുക്കൾ പാർട്ടിന്റെ അകത്തില്ല. അല്ല, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരെ ദുർബലരാക്കൂലേ? അങ്ങനെ ഒരു പ്രചരണം ശരിയല്ല. ഹൈക്കമാൻഡ് തീരുമാനമെടുത്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ അത് പ്രാവർത്തികമാവും. കെ സുധാകരൻ നിഷേധിച്ചെങ്കിലും പുതിയ KPCC അധ്യക്ഷനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നേതൃത്വത്തിൽ സജീവമാണ്. ആന്റോ ആന്റണിയുടെയും സണ്ണി ജോസഫിന്റെയും പേരുകളാണ് പരിഗണനയിൽ. ഈ ചർച്ചകൾ ആന്റോ ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കൾ തള്ളുന്നുമില്ല. ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷനാക്കി ഉടൻ പ്രഖ്യാപനം ഇറങ്ങിയേക്കുമെന്ന സൂചനയുമുണ്ട്. സലിം മാലിക്കാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലിം, കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നുവല്ലോ ഡൽഹിയിൽ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കെ സുധാകരനെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാണോ? അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പരസ്യ പ്രതികരണങ്ങളെ ഹൈക്കമാൻഡ് എങ്ങനെ കാണുന്നു? ഒരു പ്രഖ്യാപനം ഉണ്ടെങ്കിൽ അതെപ്പോഴുണ്ടാകും സലിം? ഉന്മേഷ്, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി കെ സുധാകരൻ ഇന്ന് സൃഷ്ടിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം KPCC അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു നിർണായക പ്രഖ്യാപനത്തിന് ഹൈക്കമാൻഡ് ഒരുങ്ങുകയാണ്. അതിൽ ആ പ്രഖ്യാപനം എന്ത് എന്നുള്ളതിലൊരു സംശയമുണ്ട്. കാരണം കെ സുധാകരൻ തുടരുമെന്ന പ്രഖ്യാപനമാണോ, അതല്ല ഒരു ഹൈ പവർ കമ്മിറ്റി രൂപീകരിക്കുക എന്നൊരു പ്രഖ്യാപനമാണോ, അതുമല്ല പുതിയ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുക എന്നതാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട്. അതിനിടയിലാണ് KPCC അധ്യക്ഷൻ ഇന്ന് മാധ്യമങ്ങളോട് പരസ്യ പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് തനിക്കൊരു സൂചനയും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, LDF സർക്കാരിനെയും പിണറായിയെയും പുറത്താക്കുന്നതുവരെ താൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരും. അത് തന്റെ ആഗ്രഹം മാത്രമല്ല, അത് ആവശ്യം കൂടിയാണ് എന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നു. അങ്ങനെ പരസ്യ പ്രഖ്യാപനം കെ സുധാകരൻ നടത്തുന്നതോടുകൂടി ഹൈക്കമാൻഡ് വെട്ടിലായിട്ടുണ്ട്. കരുതലോടുകൂടിയുള്ള ഒരു പ്രതികരണമായിരുന്നു കെ സുധാകരൻ നടത്തിയത് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതിന് ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും തന്നെ മാറ്റാനുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ അതിനെ തടയിടുക എന്നുള്ളത് കൂടി ആ പരസ്യ പ്രഖ്യാപനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വളരെയധികം കുറച്ചധികം സമയം സംസാരിച്ചു. അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായും പറയുന്നത് പാർട്ടിക്ക് ഉള്ളിൽ തനിക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് കരുതുന്നില്ല. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഈ വാർത്ത നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാലും അവരോടും ചോദിക്കേണ്ടി വരും. താനുമായി കൂടിക്കാഴ്ച നടത്തിയതാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് നേതാക്കൾ. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും 1.5 മണിക്കൂർ തന്നോട് കൂടിക്കാഴ്ച നടത്തിയിട്ടും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും നിലയിൽ അധ്യക്ഷ സ്ഥാനം മാറുന്നതിനെ കുറിച്ച് ഒരു സൂചന പോലും നൽകിയില്ല. അധ്യക്ഷ സ്ഥാനം മാറ്റാനാണെങ്കിൽ തന്നെ തോളിൽ കൈയിട്ട് കാർ വരെ കൊണ്ടാക്കുകയും കെട്ടിപ്പിടിച്ച് യാത്ര അയക്കുകയും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, തനിക്ക് ഏതെങ്കിലും നിലയിൽ സൂചന നൽകാമായിരുന്നല്ലോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ KPCC അധ്യക്ഷൻ കെ സുധാകരൻ ചോദിക്കുന്നു. അത് മാത്രമല്ല, മറ്റാരെങ്കിലും ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയോ ഹൈക്കമാൻഡ് ആ നിലയിൽ ഒരു തീരുമാനമെടുക്കുകയോ ചെയ്താൽ അംഗീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നിലവിൽ LDF സർക്കാരിനെ താഴെ ഇറക്കുന്നത് തൻ്റെ ഒരു ദൗത്യമായി കാണുന്നുണ്ട്. പാർട്ടിക്കാരും അണികളും ഒക്കെയും തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൽക്കാലം താൻ ഈ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നത് ആലോചിക്കുന്നില്ല എന്നതുകൂടി പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം കെ മുരളീധരനും ഇന്ന് നടത്തിയ പ്രസ്താവനയിൽ തൽക്കാലം അധ്യക്ഷൻ മാറേണ്ട സാഹചര്യമില്ല, ഈ പ്രത്യേക സാഹചര്യത്തിൽ അധ്യക്ഷനെ മാറ്റുന്നത് ശരിയല്ല എന്നൊരു നിലപാടുമായി കെ സുധാകരൻ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോഴും ഈ ചർച്ചകൾ മറുവശത്ത് സജീവമായി തന്നെയുണ്ട്. സജീവമായി ചർച്ചയും ആലോചനകളുമുണ്ട്. പ്രത്യേകിച്ചും ഇന്നോ നാളെയോ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കും എന്നുള്ള സൂചന കൂടിയുണ്ട്. അതിൽ തന്നെ ഏറ്റവും അധികം സാധ്യത ആന്റോ ആന്റണിക്കാണ്. ഒപ്പം സണ്ണി ജോസഫിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് ആ നിലയിൽ ഏതെങ്കിലും തരത്തിലൊരു നിർദ്ദേശവും ലഭിച്ചിട്ടില്ല എന്ന് ആന്റോ ആന്റണി പറയുമ്പോഴും ആ ചർച്ചകളെ തള്ളുന്നുമില്ല. ഉന്മേഷ്.